ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ സി എ അനലിസ്റ്റിന്റെ മറ്റൊരു യൂട്യൂബ് കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മന്ത്ലി വൈസ് കണ്ടന്റിലെ ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ മാസമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഏപ്രിൽ മാസം നമുക്ക് രണ്ട് പാർട്ടായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കവർ ചെയ്യുക. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ക്ലാസ്സിനകത്തേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ പേരും ദ സി എ അനലിസ്റ്റ് തന്നെയാണ്. അതിൽ ജോയിൻ ആകാത്തവർ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. കാരണം നമ്മുടെ നോട്ട്സും മറ്റ് പോൾ ക്വസ്റ്റനൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ആ ഒരു ടെലഗ്രാം ചാനലിലായിരിക്കും. അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ കണ്ടന്റിനോട് നമുക്ക് പോവാം. ഏപ്രിൽ മാസം 2026 ആദ്യ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആദ്യ ചോദ്യം സെൻസസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഒന്ന്, 2027 സെൻസസിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിക്കപ്പെട്ട സാൻഡ് ആർട്ടിസ്റ്റ് ആര് എന്നാണ് ചോദ്യം. എന്താണ് സാൻഡ് ആർട്ടിസ്റ്റ് എന്ന് പറയാ? സാൻഡ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മണൽ കൊണ്ട്, കടൽ തീരങ്ങളിലൊക്കെ മണൽ കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? മണൽക്കൂനകൾ പോലെ, അല്ലെങ്കിൽ മണൽ കൊണ്ട് ഈ പറയുന്ന കലാവിരുത് സൃഷ്ടിക്കുന്ന ആൾക്കാർ, അതാണ് സാൻഡ് ആർട്ടിസ്റ്റ് എന്ന് വിളിക്കുക. അങ്ങനെ ഒരു സാൻഡ് ആർട്ടിസ്റ്റിനെയാണ് 2027 സെൻസസിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിക്കുന്നത്. ആരെയാണ്? അത് സുദർശൻ പട്നായിക് ആണ്. സുദർശൻ പട്നായിക് ആണെന്ന കാര്യം എന്ത് ചെയ്യാം, അവിടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ കാണുന്ന മനുഷ്യനാണ് സുദർശൻ പട്നായിക്. അദ്ദേഹത്തിന്റെ ശില്പമാണ് പുറകിൽ, ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു സാൻഡ് ആർട്ട് ഫോം ആണ് നിങ്ങൾ ആ കാണുന്നത്. അടുത്ത പോയിന്റ്, ഈ പറയുന്ന സെൻസസ് നമുക്കറിയാം ഡിജിറ്റൽ സെൻസസ് ആണല്ലേ. 2027 നടപ്പിലാക്കാൻ പോകുന്നത് രാജ്യത്തെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് ആണ്. ആ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗ്യചിഹ്നങ്ങൾ എന്തൊക്കെ എന്നാണ് പറയാൻ പോകുന്നത്. ഭാഗ്യചിഹ്നങ്ങൾ രണ്ടെണ്ണമാണ്: പ്രഗതി ആൻഡ് വികാസ്. നമ്മൾ തന്നെ മസ്കോട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഭാഗ്യചിഹ്നത്തെ മസ്കോട്ട് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുക. അപ്പൊ 2027 നടപ്പിലാക്കാൻ പോകുന്ന രാജ്യത്തെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗ്യചിഹ്നങ്ങൾ പ്രഗതിയും വികാസമാണ്. ഇത് ഓൾറെഡി നമ്മൾ മാർച്ച് മാസത്തെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തതുമാണ്. അപ്പൊ 2027 നടപ്പിലാക്കുന്ന രാജ്യത്തെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗ്യചിഹ്നങ്ങൾ പ്രഗതി ആൻഡ് വികാസ്. പ്രഗതി ആൻഡ് വികാസ് ആണ് എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ബ്രാൻഡ് അംബാസഡർ സുദർശൻ പട്നായിക്കും ഭാഗ്യചിഹ്നം പ്രഗതി ആൻഡ് വികാസ് ആണ്. രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ആദ്യ ഡിജിറ്റൽ സെൻസസ് ആണ് നടക്കാൻ പോകുന്നത്. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. ആബേൽ പുരസ്കാരം. 2026 ആബേൽ പുരസ്കാരം നേടിയത് ആര്, അർഹനായത് ആര് എന്നാണ് ചോദ്യം. ആരാണ് അത്? ഗേഡ് ഫ്ലാറ്റിങ്സ് ആണ്. ഗേഡ് ഫാൾട്ടിങ്സ് എന്ന് പറയുന്ന ജർമ്മൻ സ്വദേശിയാണ്. ഈ ആബേൽ പുരസ്കാരം അറിയപ്പെടുന്ന ഒരു സുപ്രധാന വിശേഷണമുണ്ട്. എന്താണെന്നറിയാമോ? ഗണിതശാസ്ത്ര മേഖലയിലെ നൊബേൽ എന്നറിയപ്പെടുന്നത്. ഗണിതശാസ്ത്ര മേഖലയിലെ നൊബേൽ. അപ്പോ ഗണിതശാസ്ത്ര മേഖലയിലെ നൊബേൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണെന്ത്, ഈ പറയപ്പെടുന്ന ആബേൽ പുരസ്കാരം എന്ന കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ ഓർത്തു വച്ചേക്കുക. അടുത്ത പോയിന്റിലേക്ക് വരാം നമുക്ക്. വഴിയോര കച്ചവടക്കാർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ അടുത്തിടെ ആരംഭിച്ച പദ്ധതി ഏത് എന്നാണ് ചോദ്യം. അപ്പൊ വഴിയോര കച്ചവടക്കാർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ അടുത്തിടെ ഒരു പദ്ധതി ആരംഭിക്കുന്നുണ്ട്. ആ പദ്ധതിയുടെ പേരെന്ത് എന്ന് ചോദിച്ചപ്പോൾ എന്താണ് അതിന്റെ പേര്? പ്രധാനമന്ത്രി സ്വനിധി സ്കീം എന്നാണ്. പ്രധാനമന്ത്രി സ്വനിധി സ്കീം എന്നാണ് ആ പദ്ധതിക്ക് വിളിച്ച പേര് എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്തു വെച്ചേക്കുക. അപ്പൊ 2 പോയിന്റ് അവിടെ എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞു വെച്ചു. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും: പ്രധാനമന്ത്രി സ്വനിധി സ്കീം താഴെ പറയുന്നവയിൽ ഏത് വിഭാഗക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് എന്ന് ചോദിച്ചപ്പോൾ ആരെയാണ്? വഴിയോര കച്ചവടക്കാർ അല്ലേ. അപ്പോ വഴിയോര കച്ചവടക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് ഈ പറയുന്ന പ്രധാനമന്ത്രി സ്വനിധി സ്കീം എന്ന് പറയുന്നത്. വഴിയോര കച്ചവടക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതിയാണ്. അടുത്ത പോയിന്റിലേക്ക് വരാം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. 1 നേഷൻ 1 ഇലക്ഷൻ അല്ലേ. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് 129ാമത് ഭരണഘടനാ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനുള്ള സംയുക്ത പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷനാര് എന്നാണ് ചോദ്യം. പേര് PP ചൗധരി എന്നാണ് ഇതിന്റെ പേര്. അപ്പോ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന്റെ കുറെ കാലങ്ങളായിട്ടുള്ള ഒരു മോഹമാണ്. അത് ഇതുവരെ നടപ്പിലായിട്ടില്ല. അതിന്റെ ചർച്ചകളൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ. അപ്പോ 1 നേഷൻ 1 ഇലക്ഷൻ, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന പദ്ധതി ലക്ഷ്യം വെച്ചുകൊണ്ട് 129ാം ഭരണഘടനാ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനുള്ള
സംയുക്ത പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷനെ വെക്കുന്നത്. ഇതിന്റെ പേരാണ് പി ചൗധരി എന്ന കാര്യം ഓർക്കുക. അടുത്തത് ഒരു പരാതി പരിഹാര അദാലത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്താ സംഭവം? സ്ത്രീകൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കുമെതിരെയുള്ള നീതി നിഷേധങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള ദേശീയ വനിതാ കമ്മീഷന്റെ പരാതി പരിഹാര അദാലത്താണ് മഹിളാ ജൻ സുൻവായി. മഹിളാ ജൻ സുൻവായി എന്ന് പറയുന്നത് മഹിളാ ജൻ സുൻവായി. അപ്പൊ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള നീതി നിഷേധങ്ങൾ നമ്മളെ അടുത്തറിയാം അല്ലേ? അടുത്തിടെ കേരളത്തിലെ ഒരു 1.5 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ ഒരു 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 മാതാപിതാക്കളെന്ന് വിളിക്കാൻ പോലും അർഹതയില്ലാത്ത കുറച്ച് പേര്, 2 ആൾക്കാർ ചേർന്ന് ദാരുണമായി കൊല്ലുന്നുണ്ടല്ലേ? 2 കുഞ്ഞിൻ്റെയും 2 കൈയും തല്ലിയൊടിക്കുന്നു. അതുപോലെ തന്നെ ആ കുഞ്ഞ് മാരകമായിട്ട് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ട് മരണപ്പെട്ട കാര്യം നമ്മുടെ കൺമുന്നിലുണ്ട്. അപ്പൊ അത്തരം സംഭവങ്ങൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഒരു ചെറിയൊരു ശതമാനം ആൾക്കാരെങ്കിലും നേരിടുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്ത്രീകൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കുമെതിരെയുള്ള നീതി നിഷേധങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ദേശീയ വനിതാ കമ്മീഷൻ ഒരു പരാതി പരിഹാര അദാലത്ത് രൂപീകരിക്കുന്നുണ്ട്. അതിന്റെ പേരാണ് മഹിളാ ജൻ സുൻവായി എന്ന് പറയുന്നത്. അത് പറയുമ്പോൾ ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ ആരെന്നറിയണം. ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ ആരെന്ന് വെച്ചാൽ ആരാണ്? അത് വിജയ കിഷോർ രഹത്കർ ആണ്. രഹത്കർ ആണെന്ന കാര്യം ഓർക്കുക. വിജയ കിഷോർ രഹത്കർ ആണ് നിലവിൽ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. കിഷോർ രഹത്കറും സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്നറിയപ്പെടുന്നത് പി സതീദേവിയുമാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്നറിയപ്പെടുന്നത് പി സതീദേവിയുമാണെന്ന കാര്യം എന്ത് ചെയ്യാം? അവിടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. അടുത്തതും ഒരു സമിതിയുടെ അധ്യക്ഷനെ പറ്റിയാണ് പറയുന്നത്. സാമൂഹിക മാധ്യമങ്ങൾ, ഡേറ്റിംഗ്, ഗെയിമിംഗ് ആപ്പുകൾ എന്നിവയിൽ KYC അഥവാ നോ യുവർ കസ്റ്റമർ പരിശോധന നിർബന്ധമാക്കാൻ ശുപാർശ ചെയ്ത പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷ ആര് എന്നാണ് ചോദ്യം. അത് ഡി പുരന്ദരേശ്വരിയാണ്. എന്താ സംഭവം? നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, നമ്മൾ ചില ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ അവിടെ നിങ്ങൾ KYC ഫില്ലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും അല്ലേ? ഉറപ്പായിട്ട് നിർബന്ധമായും KYC, എല്ലാത്തിനും വരത്തില്ല. ചില കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ ബാങ്കിങ് ആപ്ലിക്കേഷനുകളിലൊക്കെ ഈ KYC നിർബന്ധമാണ്. അങ്ങനെ KYC മീൻസ് നോ യുവർ കസ്റ്റമർ എന്നാണ്. അത് എന്തിനും കൂടെ വേണം? സാമൂഹ്യ മാധ്യമങ്ങൾ, ഡേറ്റിംഗ്, ഗെയിമിംഗ് ആപ്പുകൾ എന്നിവ KYC പരിശോധന നിർബന്ധമാക്കാൻ ശുപാർശ ചെയ്ത പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷയാണ് ഈ പറയുന്ന ഡി പുരന്ദേശ്വരി. അവിടെ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം പല ആൾക്കാർക്ക് ഒന്നിൽ കൂടുതൽ ഈ സോഷ്യൽ മീഡിയ വലിയ തോതിൽ എന്ത് ചെയ്യാണ്? മിസ്യൂസ് ചെയ്യാണ് കുറേ ആൾക്കാർ. അപ്പോൾ അത്തരം ആൾക്കാർക്കെല്ലാം എന്ത് വരും? പിടിവീട്. കാരണം കുറേ ആൾക്കാർ ഐഡിയ പോലും എന്താണ്? വേറെ എന്തെങ്കിലുമൊക്കെ ഐഡിയ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരാൾക്ക് തന്നെ 5-6 മെയിൽ ഐഡി കാണും. ഓരോന്നിനും ക്രിയേറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക? അവരെ തോന്നിവാസം പോലെ അഴിഞ്ഞാട്ടമാണ് സോഷ്യൽ മീഡിയ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ ഒന്ന് പിടിവീഴാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സമിതി കൊണ്ടുവന്നത്. അതിൻ്റെ പേരാണ് ഡി പുരന്ദേശ്വരി അധ്യക്ഷയായിട്ടുള്ള കമ്മിറ്റി. അടുത്ത പോയിന്റ്, 2026 കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് ആര് എന്നാണ് ചോദ്യം. അതിന്റെ പേര് ആഷ്ലി വെസ്റ്റ്വുഡ് ആണ്. ആഷ്ലി വെസ്റ്റ്വുഡ് ഇംഗ്ലണ്ടാണ് സ്വദേശം. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബിന്റെ മുഖ്യ പരിശീലകനായി അടുത്തിടെ നിയമിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് ആഷ്ലി വെസ്റ്റ്വുഡ് ആണ്. ആഷ്ലി വെസ്റ്റ്വുഡ് ഇംഗ്ലണ്ടിന്റെ താരമാണ് കേട്ടോ. ഇംഗ്ലണ്ടിന്റെ താരമാണ് ഈ പറയുന്ന ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഒന്ന് ഓർത്തു വെച്ചേക്കാം. അടുത്ത പോയിന്റിലേക്ക് വരാം. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 കിരീടം നേടിയത് ആര് എന്നാണ് ചോദ്യം. അപ്പൊ പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് ഇത് അടുത്തിടെ നടന്നൊരു പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. ആദ്യമായിട്ട് ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് നടക്കുന്നു. അങ്ങനെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ഗെയിംസ് ഉണ്ട്. ഇതാദ്യമായിട്ട് ട്രൈബൽ ഗെയിംസ് നടക്കുന്നു. ആ ട്രൈബൽ ഗെയിംസിൽ എവിടെ വെച്ച് നടന്നു? അതിന്റെ വേദി എവിടെയെന്ന് വെച്ചപ്പോൾ എവിടെയാണ്? അതിന്റെ വേദി ഛത്തീസ്ഗഡും അവിടെ കിരീടമുയർത്തിയത് കർണാടകയുമാണെന്ന് കാര്യം ഓർക്കുക. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മെയ് മാസം നടന്നൊരു പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 കിരീടം നേടിയത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് കർണാടകയാണ് കിരീടം നേടുന്നത്. എവിടെ വെച്ചാണ് ഇത് ആദ്യ ഗെയിംസ് നടക്കുന്നത്? അത് ഛത്തീസ്ഗഡിലാണ്. ഇനി കേരളം പങ്കെടുത്തില്ലേ? അതേ പങ്കെടുത്തു. അപ്പൊ കേരളത്തിന്റെ സ്ഥാനം അറിയണം. കേരളത്തിന്റെ സ്ഥാനം 23ാമത്. അപ്പൊ കേരളം എത്രാം സ്ഥാനത്താണെന്ന് ചോദിച്ചപ്പോൾ എത്രാം സ്ഥാനത്താ? കേരളം 23ാം സ്ഥാനത്താണ്. ആകെ കേരളത്തിന് ലഭിച്ചത് 3 മെഡലുകളാണ്.
അതിൽ 2 വെള്ളിയും 1 വെങ്കലവുമാണ് എന്ന കാര്യം എന്ത് ചെയ്യുക ഓർക്കുക. സ്ഥാനം ഇമ്പോർട്ടൻ്റ് ആണ്. 23-ാം സ്ഥാനമാണ്. 1-ാം സ്ഥാനത്ത് കർണാടകയാണ്. ഇനി അടുത്തത് പ്രത്യേകിച്ച് ഫുട്ബോൾ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്നത് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ സ്ഥലങ്ങളിലാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന വേൾഡ് കപ്പ് എന്ന പ്രത്യേകതയും ഇത്തവണത്തെ വേൾഡ് കപ്പിനുണ്ട്. ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 900 ഗോളുകൾ നേടുന്ന താരമായി ആര് മാറുകയാണ്? സാക്ഷാൽ ലയണൽ മെസ്സി മാറുകയാണ് അല്ലെ, മിഷിക. അപ്പം ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 900 ഗോളുകൾ നേടുന്ന താരമായി മാറുന്നു. ഏറ്റവും വേഗത്തിൽ ദ ഫാസ്റ്റസ്റ്റ് പേഴ്സൺ ടു സ്കോർ 900 ഗോൾ ഇൻ ദ ഹിസ്റ്ററി ഓഫ് വേൾഡ് കപ്പ്. വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ, ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 900 ഗോളുകൾ നേടിയ താരമാണ് സാക്ഷാൽ ലയണൽ മെസ്സി. അർജന്റീനൻ താരമാണ് നമ്മുടെ ലയണൽ മെസ്സി എന്ന കാര്യം ഓർക്കുക. അർജന്റീനയ്ക്ക് വേണ്ടിയിട്ടല്ല, അർജന്റീനയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ ക്ലബും എല്ലാം കൂടി ചേർത്തിട്ട് 900 ഗോളാണ്. ഇനി നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് 960 മുകളിൽ ഗോളുകൾ ഉണ്ട്. അപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോ 1000 ഗോളുകളിലേക്ക് അടുക്കുന്നു എന്ന വാർത്തയാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത് കേട്ടുണ്ടെങ്കിൽ. 41 വയസ്സായ റൊണാൾഡോയ്ക്ക്. ഇനി ലയണൽ മെസ്സിക്ക് എത്ര ബാലൻഡിയോർ കിട്ടി? ലയണൽ മെസ്സിക്ക് ആണ് ഏറ്റവും കൂടുതൽ ബാലൻഡിയോർ ലഭിച്ചത്. 8 ബാലൻഡിയോർ പുരസ്കാരം ഏറ്റവും കൂടുതൽ നേടിയത് ലയണൽ മെസ്സിയാണ്, 8 തവണ. രണ്ടാമത് ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. റൊണാൾഡോയ്ക്ക് ആകെ ലഭിച്ചത് എത്ര ബാലൻഡിയോർ ആണ് എന്ന് ചോദിച്ചാൽ റൊണാൾഡോയ്ക്ക് ലഭിക്കുന്ന ആകെ മൊത്തം, ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് 5 ബാലൻഡിയോർ ലഭിക്കുന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റ്, 40 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം 2026 ലോക ഫുട്ബോളിന് യോഗ്യത നേടിയ രാജ്യം ഏതെന്നാണ് ചോദ്യം. ഇറാഖാണ്. ഇറാഖ് ഒരു തവണ ലോകകപ്പ് യോഗ്യത നേടി. 1986 ഇറാഖ് ലോകകപ്പിന് യോഗ്യത നേടുന്നുണ്ട്. അതിനുശേഷം ഇറാഖ് ലോകകപ്പിന് യോഗ്യത നേടിയിട്ടില്ല. തുടർച്ചയായത് 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഇറാഖ് വീണ്ടും ലോകകപ്പിന് വരുന്നത് എന്ന പ്രത്യേകത കൂടി ഇത്തവണത്തെ വേൾഡ് കപ്പിനുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഓർക്കട്ടെ, ഈ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏത് എന്ന് ചോദിച്ചപ്പോൾ കുറസാവോയാണ്. 23ാമത്തെ എഡിഷനാണ് ഇത്തവണ നടക്കുന്നത്. ഫുട്ബോൾ വേൾഡ് കപ്പ് ആരംഭിച്ച വർഷം 1930 ഫുട്ബോൾ വേൾഡ് കപ്പ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇത്തവണ ലോകകപ്പിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏത് എന്ന് ചോദിച്ചപ്പോൾ അത് കുറസാവോ എന്ന് പറയുന്ന രാജ്യമാണ്. ഇത്തവണ ആകെ മൊത്തം 48 രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. കഴിഞ്ഞ വർഷം 32 ആയിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 40 ഇത്രയും രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ലോകകപ്പ് എന്ന പ്രത്യേകതയും ഇത്തവണത്തെ വേൾഡ് കപ്പിന് ഉണ്ട് എന്ന കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്മൾ വിശദമായിട്ട് വേൾഡ് കപ്പിന്റെ ഫീച്ചർ ചെയ്യും. ജൂലൈ മാസം ഒന്ന് വേൾഡ് കപ്പിന്റെ ഫൈനൽ കഴിയട്ടെ. ജൂലൈ 19 വേൾഡ് കപ്പിന്റെ ഫൈനൽ, അന്ന് കഴിയട്ടെ. ഇനി അടുത്ത പോയിന്റിലേക്ക് നമുക്ക് വരാം. 900 ഗോളുകൾ സാക്ഷാൽ ലയണൽ മെസ്സിയെ നിങ്ങൾക്ക് അവിടെ കാണാം. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന അഗ്നിപർവ്വതങ്ങൾ കീഴടക്കി ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ വ്യക്തി ആര് എന്ന് ചോദിച്ചപ്പോൾ അത് ഭൂപതി രാജു അന്മേഷ് വർമ്മ. അപ്പൊ ഭൂപതി രാജു എന്ന് പഠിക്കാം. ഭൂപതി എന്ന് വാക്കിന് തന്നെ ഉണ്ട്, ഭൂമിയുടെ പതി, ഭൂമിയുടെ നാഥൻ എന്നൊക്കെയാണ് അല്ലെ. അപ്പൊ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന അഗ്നിപർവ്വതങ്ങൾ കീഴടക്കി ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ വ്യക്തി എന്ന പ്രത്യേകത ആർക്കാണ്? അത് ഭൂപതി രാജു വർമ്മ എന്ന് പഠിച്ചാൽ മതി. ഭൂപതി രാജു അന്മിഷ് വർമ്മ എന്നാണ് ഫുൾ നെയിം. അടുത്ത പോയിന്റ്, 2026 ഇന്ത്യൻ പ്രതിരോധ സേനകൾ എന്ന് പറയുമ്പോൾ കരസേന, വ്യോമസേന, നാവികസേന, ഈ 3 സേനകൾ സംയുക്തമായി ഒരു സൈനിക അഭ്യാസം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ സംയുക്ത സൈനിക അഭ്യാസം വിളിച്ച പേരാണ് എക്സർസൈസ് ദീപ് ശക്തി എന്ന് പറയുന്നത്. അപ്പൊ 2026 ഇന്ത്യൻ പ്രതിരോധ സേനകൾ ഏതൊക്കെയാണ്? കരസേന, വ്യോമസേന, നാവികസേന, ഈ 3 സേനകളും കൂടി സംയുക്തമായിട്ട് ഒരു സൈനിക അഭ്യാസം കണ്ടക്ട് ചെയ്യുന്നു. ആ സൈനിക അഭ്യാസം വിളിച്ച പേരാണ് എക്സർസൈസ് ദീപ് ശക്തി എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, 2026 ഏപ്രിൽ മാസം അതിവേഗം പടരുന്ന 5ാം പനി കാരണം ഇന്ത്യയുടെ ഏത് അയൽ രാജ്യമാണ് അടിയന്തര വാക്സിനേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചത്? ബംഗ്ലാദേശ് ആണ് കേട്ടോ. അപ്പൊ 2026 ഏപ്രിൽ മാസം വലിയ തോതിൽ ഒരു 5ാം പനി പടരുകയാണ്. ഇവിടെ നമ്മുടെ ബംഗ്ലാദേശിൽ 5ാം പനി പടരുകയാണ്. അതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു അടിയന്തര വാക്സിനേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചു. ആ രാജ്യമാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിനെ പറ്റി പറയുമ്പോൾ 1-2 പോയിന്റ് കൂടുതൽ എന്ത് ചെയ്യണം, അവിടെ ഓർത്തു വെക്കണം. ഒന്ന്, ബംഗ്ലാദേശ് ഈ പറയുന്ന ഇത്തവണ നടന്ന T20 വേൾഡ് കപ്പ് വേദി ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. ഇന്ത്യയിലും അതുപോലെ തന്നെ ശ്രീലങ്കയിലും വെച്ചിട്ടാണ് ഇത്തവണത്തെ 2020 വേൾഡ് കപ്പ് നടന്നത്.
ഇന്ത്യയുമായിട്ടുള്ള സൗന്ദര്യപ്പണക്കം കാരണം ഈ പറയുന്ന ബംഗ്ലാദേശ് എന്ത് ചെയ്തില്ല, ഇന്ത്യയിലേക്ക് വരുന്നില്ല. ഈ പറയുന്ന വേൾഡ് കപ്പിൽ നിന്നും പിൻവാങ്ങി. T20 വേൾഡ് കപ്പിൽ നിന്നും പിന്മാറിയ രാജ്യം ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? ബംഗ്ലാദേശ് T20 വേൾഡ് കപ്പിൽ നിന്നും എന്ത് ചെയ്യാണ്? പിന്മാറുകയാണ്. ഓക്കെ, അതിന് കാരണങ്ങൾ വേറൊന്നുണ്ട്. അതായത് ഷേഖ് ഹസീന എന്ന് പറയുന്ന ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീന അവിടെ നിന്ന് പലായനം ചെയ്ത് രാഷ്ട്രീയ അഭയം ഭാവിച്ചത് ഇന്ത്യയിലാണ്. അപ്പോൾ ഈ അടുത്തിടെ ബംഗ്ലാദേശിൽ നമ്മുടെ ഷേഖ് ഹസീനയുടെ പൊളിറ്റിക്കൽ പാർട്ടിയായ അവാമി ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ അവിടെ നിരോധിക്കുന്നുണ്ട്. ഷേഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിക്കുന്നുണ്ട്. അപ്പൊ വധശിക്ഷ നടപ്പിലാക്കണമെങ്കിൽ ഷേഖ് ഹസീനെ വിട്ടുകിട്ടണം. പക്ഷെ ഷേഖ് ഹസീനെ രാഷ്ട്രീയ അഭയം പ്രാപിച്ചത് ഇന്ത്യയില്ല. ഇന്ത്യ പറഞ്ഞു ഷേഖ് ഹസീനെ വിട്ടുതരത്തില്ല എന്ന് പറഞ്ഞു. അതിന്റെ കാരണങ്ങൾ ഇന്ത്യ പലതും നിരത്തുന്നുണ്ട്. അങ്ങനെ കുറച്ച് അലിഗേഷൻസ്, കോൺട്രവേഴ്സി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഒടുവിൽ ബംഗ്ലാദേശ് ഈ കാരണങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കൊണ്ട് ബംഗ്ലാദേശ് പറഞ്ഞു ഞങ്ങൾ 2020 വേൾഡ് കളിക്കാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്നങ്ങ് പറഞ്ഞു. ഇനി അതിന്റെ തിരിച്ച് നമ്മളൊരു അടിയും കൊടുത്തു. എന്താണെന്നറിയാം, IPL നടന്നില്ലേ? IPL നമ്മളൊരു തീരുമാനം എടുത്തു, ബംഗ്ലാദേശ് താരങ്ങൾ ഇങ്ങോട്ടേക്ക് IPL കളിക്കാൻ വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുസ്താഫിസുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു താരത്തെ, ബംഗ്ലാദേശിന്റെ ക്രിക്കറ്റ് പ്രേമികൾക്ക് അറിയാം, മുസ്താഫിസുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു താരമുണ്ട്, ക്രിക്കറ്റ് പ്ലെയർ, ഒരു ഫാസ്റ്റ് ബോളറാണ്. ആ താരത്തെ ഒരു ടീം ലേലം വിളിച്ചെടുത്തു. ഒടുവിൽ അത് എന്ത് ചെയ്യാണ്? റദ്ദ് ചെയ്യാനുണ്ടായത്. അപ്പൊ IPL ഏത് ടീമുകൾക്കാണ്, ഏത് രാജ്യത്തെ താരങ്ങൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയത്? ബംഗ്ലാദേശ് താരങ്ങൾക്ക് IPL എന്ത് ചെയ്തു? വിലക്ക് ഏർപ്പെടുത്തുന്നുണ്ട്. അടുത്ത പോയിന്റിലേക്ക് വരാം. 2026 ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഔദ്യോഗികമായി പിന്മാറിയ തെക്കേ അമേരിക്കൻ രാജ്യം, നല്ല കിണ്ണം കാച്ചി ക്വസ്റ്റ്യൻ ആണ്, അർജന്റീനയാണ്. അപ്പൊ ലോകാരോഗ്യ സംഘടന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്നും ഔദ്യോഗികമായി ഒഫീഷ്യലി പിന്മാറിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യമെന്നോ തെക്കേ അമേരിക്കൻ രാജ്യമെന്നോ പറയണം, ഏതാണ്? അത് സാക്ഷാൽ അർജന്റീനയാണ്. അടുത്ത പോയിന്റിലേക്ക് വരാം. അനധികൃത നിക്ഷേപങ്ങളെ കുറിച്ച് പരാതിപ്പെടാനും വിവരങ്ങൾ തേടാനും വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പോർട്ടൽ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പോർട്ടലിന് വിളിച്ച പേരാണ് സച്ചേത് എന്ന് പറയുന്നത്. അപ്പോൾ അനധികൃതമായിട്ടുള്ള നിക്ഷേപങ്ങളെ കുറിച്ച് പരാതിപ്പെടാനും അതുപോലെ തന്നെ അതിന്റെ വിവരങ്ങൾ തേടാനും വേണ്ടി RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഒരു പോർട്ടൽ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പോർട്ടലിന്റെ പേരാണ് സച്ചേ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് വരാം. മ്യാൻമാറിന്റെ പുതിയ പ്രസിഡന്റായി നിയമിക്കപ്പെട്ടത് ആര് എന്നാണ് ചോദ്യം. മിൻ ആങ് ഹ്ലെങ് എന്നാണ് പേര്. ഓക്കെ, വല്ലാത്തൊരു പേര് തന്നെ അല്ലേ? മ്യാൻമാറിന്റെ പുതിയ പ്രസിഡന്റ് നിയമിക്കപ്പെടുന്നു. മിൻ എന്ന് പഠിച്ച മിന്നാമിനിങ് അല്ല, മിൻ ആങ് ഹ്ലിങ് എന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചിരിക്കുക. മിൻ ഓങ് എന്ന് ഓർത്താൽ മതി, മിന്നാമിനിങ് അല്ല. വീണ്ടും ഓർക്കുക, മ്യാൻമാറിന്റെ പ്രസിഡന്റ് മിന്നാമിനിങ് അല്ല, മിൻ ആങ് ഹ്ലിങ് എന്ന് ഓർക്കുക. ഇനി 2026 ഏപ്രിൽ മാസം കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനം ഏത് എന്നാണ് ചോദ്യം. NCERT ആണ്. അത് ഡീംഡ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ്. ഓക്കെ, സ്വന്തമായിട്ട് സിലബസ് ഉണ്ടാക്കാനും പരീക്ഷ നടത്താനൊക്കെ ഉള്ള ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയൂലേ, അതാണ് ഈ പറയുന്ന NCERT. അപ്പൊ 2026 ഏപ്രിൽ മാസം കൽപ്പിത സർവകലാശാല അഥവാ ഡീംഡ് യൂണിവേഴ്സിറ്റി പദവി ലഭിച്ച പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനം ഏതെന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് NCERT ആണ്. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ വരുന്നു. 2026 52ാമത് G7 ഉച്ചകോടിയുടെ വേദി എവിടെയെന്നാണ് ചോദ്യം. G7 ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ് ആണ്. അപ്പൊ 2026 52ാമത് G7 ഉച്ചകോടിയുടെ വേദി ഫ്രാൻസും G20 ഉച്ചകോടിയുടെ വേദി 2026 G20 ഉച്ചകോടിയുടെ വേദി അത് അമേരിക്കയിലെ മിയാമിയാണ്. 2027 വേദി UK ആണ്. അപ്പൊ 2026 G20യുടെ വേദി അമേരിക്കയിലെ മിയാമിയും G7ന്റെ വേദി ഫ്രാൻസും, അങ്ങനെയെങ്കിൽ ബ്രിക്സിന്റെ വേദി 2026 നടക്കുന്നത് 18ാമത് ബ്രിക്സ് സമ്മിറ്റ് ആണ്. അതിന്റെ വേദി ഇന്ത്യയുമാണെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്തു വച്ചേക്കുക. അടുത്തൊരു പദ്ധതിയാണ് അംഗനവാടികളെ ശിശു സൗഹൃദ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള സർക്കാർ ഒരു പദ്ധതി ആരംഭിക്കുന്നുണ്ട്. ആ പദ്ധതിക്ക് വിളിച്ച പേരാണ് ചായം. അപ്പോ അംഗനവാടികളെ എന്താക്കി മാറ്റുക? ശിശു സൗഹൃദ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള സർക്കാർ ഒരു പദ്ധതി ആരംഭിക്കുന്നുണ്ട്. ആ പദ്ധതി വിളിച്ച പേരാണ് ചായം അഥവാ ഫുൾ ഫോം ചൈൽഡ് ഫ്രണ്ട്ലി അംഗനവാടീസ് ഈൽഡ് ത്രൂ അഡോൺമെന്റ് ആൻഡ് മേക്ക് ഓവർ എന്നാണ്. അപ്പോൾ ചൈൽഡ് ഫ്രണ്ട്ലി അംഗനവാടീസ് ഈൽഡ് ത്രൂ അഡോൺമെന്റ് ആൻഡ് മേക്ക് ഓവർ എന്നാണ് അതിന്റെ ഫുൾ ഫോം. ചൈൽഡ് ഫ്രണ്ട്ലി അംഗനവാടീസ് ഈൽഡ് ത്രൂ
അഡോൺമെന്റ് ആൻഡ് മേക്ക് ഓവർ എന്നാണ് ഈ പറയുന്ന ചായം പദ്ധതി. അതായത് സംഭവം വേറെ ഒന്നുമല്ല, അംഗനവാടികളിൽ നല്ല ഈ പറയുന്ന കണക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചില കളിസ്ഥലങ്ങൾ, അതുപോലെ തന്നെ ഈ അംഗനവാടിയുള്ള ചുമരുകളൊക്കെ നല്ല രീതിയിൽ ഈ നമ്മുടെ ആകർഷിക്കുന്ന രീതിയിലുള്ള പെയിന്റിംഗ് ഒക്കെ ചെയ്ത് കുറെ ചിത്രങ്ങളൊക്കെ വരച്ച് അങ്ങനെയൊക്കെ അതിന് എന്ത് ചെയ്യാൻ പറ്റുക, കുട്ടികൾക്കൊരു ഇഷ്ടം തോന്നണം. അംഗനവാടിയിൽ ഇന്ന് വന്നു കഴിഞ്ഞാൽ നാളെയും വരാൻ തോന്നണം, അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണിത്. അടുത്ത പോയിന്റിലേക്ക് വരാൻ നമുക്ക്. യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. IPL-ൽ 200 വിക്കറ്റ് തേക്കുന്ന ആദ്യ ഫാസ്റ്റ് ബൗളർ ആര് എന്നാണ് ചോദ്യം. അത് ഭുവനേശ്വർ കുമാർ. അപ്പൊ 2 പോയിന്റോട് അവിടെ ഓർത്തു വെച്ചേക്കുക. IPL-ൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം, IPL-ൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരമാര്, IPL-ൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരമാര് എന്ന് ചോദിച്ച പറഞ്ഞ ആരാണ്? അത് യൂസവേന്ദ്ര ചഹാലാണ്. യൂസ്വേന്ദ്ര ചഹാലാണ് കേട്ടോ, യൂസവേന്ദ്ര ചഹാൽ. അപ്പൊ IPL-ൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരമാര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് യൂസവേന്ദ്ര ചഹാലാണ്. ഇന്ത്യൻ താരമാണ് അദ്ദേഹം. 2-3 IPL ടീമിൽ കളിച്ചിട്ടുണ്ട്. എന്നാൽ IPL-ൽ 200 വിക്കറ്റുകൾ നേടുന്ന ആദ്യ വിദേശ താരമാര് എന്നാണ് ചോദ്യം. IPL-ൽ 200 വിക്കറ്റ് നേടുന്ന ആദ്യ വിദേശ താരമാര് എന്ന് ചോദിച്ചപ്പോൾ അത് സുനിൽ നരേനാണ്. സുനിൽ നരേൻ വെസ്റ്റ് ഇൻഡീസിന്റെ താരമാണ്. അദ്ദേഹം IPL-ൽ കളിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, KKR എന്നറിയപ്പെടുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടിയിട്ടാണ് IPL-ൽ സുനിൽ നരേൻ കളിക്കുന്നത്. അപ്പൊ IPL-ൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം അത് യൂസവേന്ദ്ര ചഹാൽ ആണെങ്കിൽ, IPL-ൽ ഏറ്റവും കൂടുതൽ 200 വിക്കറ്റ് നേടുന്ന ആദ്യ ഫാസ്റ്റ് ബൗളർ, ഇദ്ദേഹം സ്പിൻ ബൗളറാണ്. യൂസവേന്ദ്ര ചഹാൽ സ്പിൻ ബൗളറും ഭുവനേശ്വർ കുമാർ ഫാസ്റ്റ് ബൗളറുമാണ്. അപ്പോൾ IPL-ൽ 200 വിക്കറ്റ് നേടുന്ന ആദ്യ ഫാസ്റ്റ് ബൗളർ അത് ഭുവനേശ്വർ കുമാർ. അപ്പോൾ ഇപ്പോൾ വിക്കറ്റ് ടേക്കിംഗ് റാങ്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ IPL വിക്കറ്റ് നേടിയ 1ാമത്തെ താരം അത് യൂസവേന്ദ്ര ചഹാലാണ്. 2ാമത്തെ താരം ഇന്ത്യൻ താരമായ ഭുവനേശ്വർ കുമാറാണ്. 3ാമത്തെ താരം ഈ പറയുന്ന സുനിൽ നരേനാണ്. അപ്പോൾ സുനിൽ നരേനാണ് വിദേശ താരം എന്ന കാര്യം ഓർക്കുക. IPL-ൽ 200 വിക്കറ്റുകൾ നേടുന്ന ആദ്യ വിദേശ താരമായി മാറുന്നു സുനിൽ നരേൻ, വെസ്റ്റ് ഇൻഡീസിന്റെ താരം. IPL-ൽ കളിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. QR കോഡ് എല്ലാവർക്കും അറിയാം അല്ലേ? QR കോഡ് ഉപയോഗിച്ചുള്ള ഡിജിറ്റൽ പഠനം സാധ്യമാക്കുന്ന ആദ്യ മലയാള പാഠപുസ്തകം ഏത് എന്നാണ് ചോദ്യം. അക്ഷരം എന്നാണ് പേര്. അപ്പൊ QR കോഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിജിറ്റൽ പഠനം സാധ്യമാക്കുന്ന ആദ്യ മലയാള പാഠപുസ്തകം ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അതിന്റെ പേര് അക്ഷരം എന്നാണ്. അടുത്ത പോയിന്റ്, അരുണാചൽ പ്രദേശിലെ ലോഹിത് നദിയിൽ പുതുതായി അനുമതി ലഭിച്ച ജലവൈദ്യുത പദ്ധതി ഏത് എന്നാണ് ചോദ്യം. കലായ് 2, 1200 മെഗാവാട്ടാണ് അതിന്റെ ശേഷി. അപ്പോൾ അരുണാചൽ പ്രദേശിലെ ഏതോ ഒരു നദിയിൽ പുതിയൊരു ജലവൈദ്യുത പദ്ധതിക്ക് അനുമതി ലഭിക്കുന്നുണ്ട്. ആ ജലവൈദ്യുത പദ്ധതിക്ക് വിളിച്ച പേരാണ് കലായ് 2 ജലവൈദ്യുത പദ്ധതി. നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം, കലായ് 2 ഈ പറയുന്ന ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചപ്പോൾ അത് അരുണാചൽ പ്രദേശിലാണ്. ഏത് നദിയിലാണെന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് ലോഹിത് നദിയിലാണ്. അപ്പൊ ഇവിടെ 3 പോയിന്റ് പറഞ്ഞു. ഇവിടെ QR കോഡ് ഉപയോഗിച്ചുള്ള ഡിജിറ്റൽ പഠനം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യ മലയാള പാഠപുസ്തകമാണ് അക്ഷരം. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നമ്മുടെ 2026-ലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മദ്യവും മയക്കുമരുന്നും അനധികൃതമായി സംഭരിക്കുന്ന കേന്ദ്രങ്ങൾ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി കേരള എക്സൈസ് വകുപ്പ് ഒരു പ്രത്യേക പരിശോധന നടപടി ആരംഭിക്കുന്നുണ്ട്. അതിന്റെ പേരാണ് ഓപ്പറേഷൻ ഹോട്ട്സ്പോട്ട് എന്ന് വിളിക്കുക. അപ്പൊ ഇലക്ഷന് മുന്നോടിയായി, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മദ്യവും അതുപോലെ തന്നെ മയക്കുമരുന്നും അനധികൃതമായി സംഭരിക്കുന്ന കേന്ദ്രങ്ങൾ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ എക്സൈസ് വകുപ്പ് ആരംഭിച്ച ഒരു പ്രത്യേക പരിശോധന നടപടിയുണ്ട്. അതിന്റെ പേരാണ് ഓപ്പറേഷൻ ഹോട്ട്സ്പോട്ട് എന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റ്, ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ നാസ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന സ്പേസ് സ്റ്റേഷൻ ഏതെന്നാണ് ചോദ്യം. അപ്പൊ ചന്ദ്രന്റെ ഭ്രമണപഥം അഥവാ ഓർബിറ്റില് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ ഒരു പുതിയൊരു സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ ഒരുങ്ങുന്നു. അതിന്റെ പേരാണ് ലൂണാർ ഗേറ്റ്വേ എന്ന് പറയുന്നത്. അപ്പോൾ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ നാസ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന സ്പേസ് സ്റ്റേഷൻ വിളിച്ച പേരാണ് ലൂണാർ ഗേറ്റ്വേ എന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. 2026-ലെ
ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത് എവിടെ എന്നാണ് ചോദ്യം. ജപ്പാനിലാണ്. അത് പറഞ്ഞപ്പോൾ 2023 ഏറ്റവും ഒടുവിലായിട്ട് ഏഷ്യൻ ഗെയിംസ് നടന്നത്. അതിൻ്റെ വേദി ചൈനയിലെ ഹാങ്ഷു ആണ്. ചൈനയിലെ ഹാങ്ഷുവിൽ വെച്ചാണ് ഏറ്റവും ഒടുവിലായിട്ട് നടന്ന 2023 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. ഇത് 2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദി അത് ജപ്പാൻ ആണെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. ലോകത്തിലെ ആദ്യത്തെ കൈകാലുകൾ ഇല്ലാത്ത അമ്പെയ്ത്ത് ചാമ്പ്യനായി മാറിയ ഇന്ത്യൻ താരമാര് എന്നാണ് ചോദ്യം. പായൽ നാഗാണ്. പായൽ നാഗ്. അപ്പൊ ലോകത്തിൽ ആദ്യമായിട്ടാണ് കൈകാലുകൾ ഇല്ലാത്ത അമ്പെയ്ത്ത് ചാമ്പ്യനായി മാറുന്നു പായൽ നാഗ്. ഞാൻ കുറേ തപ്പി അതിന്റെ ഫോട്ടോ കിട്ടാൻ വേണ്ടി, പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ആ ഫോട്ടോ ഉൾപ്പെടുത്തിയാണ്, ഞാൻ തപ്പിയിട്ട് കിട്ടിയിട്ടില്ല. അത് അപ്ഡേറ്റ് ആയിട്ടില്ല. പല സ്ഥലങ്ങളിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി, പക്ഷേ ആ ചോദ്യമുണ്ട്, ആ ഫോട്ടോ ഇല്ല. അപ്പം ലോകത്തിലെ തന്നെ ആദ്യത്തെ കൈകാലുകൾ ഇല്ലാത്ത അമ്പെയ്ത്ത് ചാമ്പ്യനായി മാറിയ ഇന്ത്യൻ താരമാണ് പായൽ നാഗ്. അപ്പൊ പായൽ നാഗ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമ്പെയ്ത്ത്. ദെൻ ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി സംസ്ഥാന വനിതാ കമ്മീഷൻ ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ആ പദ്ധതി വിളിച്ച പേരാണ് പറന്നുയരാം കരുത്തോടെ. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അപ്പൊ ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അതിനെ സ്ത്രീകളെ പ്രാപ്തരാക്കുക, അല്ലെ? ജീവിതത്തിലെ പ്രതിസന്ധികൾ മറികടക്കാൻ ആരെ പ്രാപ്തരാക്കുക? സ്ത്രീകളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി സംസ്ഥാന വനിതാ കമ്മീഷൻ ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ആ പദ്ധതിക്ക് വിളിച്ച പേരാണ് പറന്നുയരാം കരുത്തോടെ. പറന്നുയരാം കരുത്തോടെ. അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മഞ്ജു വാര്യർ ആണ്. അതിന്റെ ബ്രാൻഡ് അംബാസഡറായി മാറിയത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് മഞ്ജു വാര്യർ ആണെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. അപ്പൊ ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കാൻ വേണ്ടി സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന വനിതാ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് പറന്നുയരാം കരുത്തോടെ. അതിന്റെ ബ്രാൻഡ് അംബാസഡർ മഞ്ജു വാര്യർ. അടുത്ത പോയിന്റ്, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിനെ വിന്യസിച്ച ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷൻ ഏത് എന്നാണ് ചോദ്യം. അത് വിശാഖപട്ടണമാണ്. അപ്പോൾ യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിനെ വിന്യസിച്ച ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷൻ ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് വിശാഖപട്ടണമാണെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. യെസ്, കണ്ടോ? പറന്നുയരാം കരുത്തോടെ ആവേശമായി മഞ്ജു വാര്യർ ആ വേദിയിൽ നിൽക്കുകയാണ്. യെസ്, അവർ പറയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം ഇസ് എ മസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ വിമൻ. അത് വനിതകൾക്ക് മാത്രമല്ല, എല്ലാവർക്കും സാമ്പത്തിക ഫ്രീഡം വേണം, സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം, അല്ലേ? നമുക്കൊരു കാര്യം ആവശ്യപ്പെടണം അല്ലെങ്കിൽ വേണമെങ്കിൽ അത് നമുക്ക് പ്രൈസ് ടാഗ് നോക്കാതെ മേടിക്കാൻ പറ്റണം. ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ കഴിയണം, ശരിയല്ലേ? വനിതകളെ സംബന്ധിച്ചുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയുള്ള ആൾക്കാരായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാറേണ്ടിയിരിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് വരാം. വേവ്സ് ഒ ടി ടി പ്ലാറ്റ്ഫോം വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏത് എന്നാണ് ചോദ്യം. പ്രസാർ ഭാരതി വികസിപ്പിച്ചെടുത്ത പ്രസാർ ഭാരതി എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ആകാശവാണി, ദൂരദർശൻ ഇതെല്ലാം പ്രസാർ ഭാരതിയുടെ അണ്ടറിലാണ് വരുന്നത്. ആ പ്രസാർ ഭാരതി വികസിപ്പിച്ചെടുത്ത ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് വേവ്സ് എന്ന് പറയുന്നത്. ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ പേര് പറയുമ്പോൾ കേരളം ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നു. കേരളം ആരംഭിച്ച ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ പേരാണ്, കേരളത്തിന്റെ തനതായ ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ പേരാണ് സി സ്പേസ് എന്നുള്ളത്. സി സ്പേസ്, അല്ലെ? കേരളത്തിന്റെ തനതായ ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സി സ്പേസ് എന്നുള്ളത്. നമ്മൾ പലപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. സി സ്പേസ് ആണ് കേരളത്തിന്റെ തനതായ ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. അതുപോലെ തന്നെ ഒരു കാര്യം ഓർക്കുക, ഒ ടി ടിയുടെ ഫുൾ ഫോം എന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഒ ടി ടിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓവർ ദി ടോപ്പ് എന്നാണ്. ഒ ടി ടിയുടെ ഫുൾ ഫോം എന്താ? ഓവർ ദി ടോപ്പ് എന്നാണ്. ഒ ടി ടിയുടെ ഫുൾ ഫോം ഓവർ ദി ടോപ്പ് എന്നാണ്. ഇനി ആ ഒരു പോയിന്റ് ഓർക്കുക, ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ആദ്യ മലയാള സിനിമ ഏത് എന്നറിയണം. ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ആദ്യ മലയാള സിനിമ ഏത് എന്ന് ചോദിച്ചപ്പോൾ അത് സൂഫിയും സുജാതയുമാണ്. അല്ലേ? അപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ആദ്യ മലയാള സിനിമ ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് സൂഫിയും സുജാതയുമാണെന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റ്, കേന്ദ്ര സർക്കാർ നിയമിച്ച 8ാം കേന്ദ്ര ശമ്പള കമ്മീഷന്റെ അധ്യക്ഷ ആരെന്നാണ് ചോദ്യം. അപ്പൊ കേന്ദ്ര സർക്കാർ നിയമിച്ച 8ാം കേന്ദ്ര ശമ്പള കമ്മീഷന്റെ അധ്യക്ഷ ആരെന്ന് വെച്ചപ്പോൾ ആരാണ്? ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി. ഈ കാര്യത്തിൽ എല്ലാവർക്കും നല്ല യോജിപ്പായിരിക്കും, അല്ലേ?
അപ്പോൾ ശമ്പളം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ ശമ്പള പരിഷ്കരണ കമ്മീഷനെ വെക്കും. ആ കമ്മീഷന്റെ റിപ്പോർട്ട് എന്ത് ചെയ്യും, പഠിക്കും. ഇവിടെ കേന്ദ്ര സർക്കാർ ഒരു നിയമിച്ചത് 8ാം കേന്ദ്ര ശമ്പള കമ്മീഷനാണ്. അതിന്റെ അധ്യക്ഷ ആരെന്ന് വെച്ചാൽ ആരാണ്? ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി ആണ്. ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി. അടുത്ത പോയിന്റ്, ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുല്യ അവസര നയം തയ്യാറാക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി രൂപവത്കരിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷ ആര് എന്നാണ് ചോദ്യം. റിട്ടയർഡ് ജസ്റ്റിസ് ആശാ മേനോനാണ് കേട്ടോ. അപ്പോൾ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുല്യ അവസര നയം തയ്യാറാക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി രൂപവത്കരിച്ച ഒരു കമ്മിറ്റി ഉണ്ട്. അതിൻ്റെ അധ്യക്ഷയാണ് റിട്ടയർഡ് ജസ്റ്റിസ് ആശാ മേനോൻ. ഓക്കെ, അപ്പോൾ ഈ 10 കൊല്ലം മുൻപ് നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിനെ കാണും പോലെയല്ല ഇപ്പം നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിനെ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ശരിയല്ലേ? നമ്മൾ കുറച്ചും കൂടെ അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ എന്ത് ചെയ്യുക, കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും തുല്യ അവസര നയം തയ്യാറാക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി ഒരു കമ്മിറ്റിയെ വെക്കുന്നുണ്ട്. ആ കമ്മിറ്റിയുടെ അധ്യക്ഷയാണ് റിട്ടയർഡ് ജസ്റ്റിസ് ആശാ മേനോൻ കമ്മിറ്റി. റിട്ടയർഡ് ജസ്റ്റിസ് ആശാ മേനോൻ കമ്മിറ്റി എന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റ്, 2026 ഏപ്രിൽ മാസം ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് രാജ്യസഭാംഗമായി ചുമതലയേറ്റെടുത്ത ആര് എന്നാണ് ചോദ്യം. നിതീഷ് കുമാറാണ്. അപ്പോൾ 2026 ഏപ്രിൽ മാസം ബീഹാറിന്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് രാജ്യസഭാംഗമായി ചുമതലയേറ്റെടുത്തത് നിതീഷ് കുമാറാണ്. അപ്പോൾ നിതീഷ് കുമാർ ബീഹാറിന്റെ മുഖ്യമന്ത്രി സ്ഥാനം മാറുമ്പോൾ പുതിയൊരാൾ വരണ്ടേ? അവിടെ വരുന്നു ആരാണ്? സാമ്രാട്ട് ചൗധരി. അപ്പോൾ 2026 ഏപ്രിലിൽ ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് സാമ്രാട്ട് ചൗധരിയാണ്. സാമ്രാട്ട് ചൗധരിയാണെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. ഇതാണ് നമ്മുടെ നിതീഷ് കുമാർ, ഇതാണ് സാമ്രാട്ട് ചൗധരി. അങ്ങനെയെങ്കിൽ ഇതുപോലെ ഒരു സംഭവവികാസം നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ നടക്കുന്നുണ്ട്. അയൽ സംസ്ഥാനമായ കർണാടകയിൽ കഴിഞ്ഞ മാസം നടന്നു. എന്താ സംഭവം? കർണാടകയെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, കർണാടക 2023 മെയ് മാസം കോൺഗ്രസ് അവിടെ അധികാരത്തിലേറുന്നു. കോൺഗ്രസ് അധികാരത്തിലേറിയപ്പോൾ അവിടെ പ്രധാനമായി 2 നേതാക്കളാണ് കോൺഗ്രസിനുള്ളത്. ഒന്ന് സിദ്ധരാമയ്യയും പിന്നെ ഒന്ന് DK ശിവകുമാറും. ജയിച്ചു വന്നപ്പോൾ 2 പേരും ജയിച്ചു, 2 പേർക്ക് മുഖ്യമന്ത്രിയാവണം. ഒടുവിൽ പാർട്ടി പറഞ്ഞു ആദ്യ 2.5 കൊല്ലം സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ആവട്ടെ, അടുത്ത 2.5 കൊല്ലം DK ശിവകുമാർ മുഖ്യമന്ത്രി ആവട്ടെ. അങ്ങനെ സിദ്ധരാമയ്യയുടെ 2.5 കൊല്ലം കഴിഞ്ഞു. അവിടെ കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടായി. ഒടുവിൽ സിദ്ധരാമയ്യ അവിടെ നേരെ എങ്ങോട്ടേക്ക് പോകുന്നു? രാജ്യസഭ അംഗമായിട്ട് പോവാണ്. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ട് രാജ്യസഭയ്ക്ക് പോവാണ്. അവിടെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് ആര് വരുന്നു? കർണാടകയുടെ ന്യൂ CM, കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് DK ശിവകുമാറാണ്. DK ശിവകുമാറാണ് കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരം ഏറ്റെടുക്കുന്നത്. DK ശിവകുമാറാണ്. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ വരുന്നു. ലാസ്റ്റ് സ്ലൈഡാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് സ്ലൈഡ്. 2026 ഏപ്രിൽ മാസം വടക്കൻ സിക്കിം, നോർത്തേൺ സിക്കിമിലുണ്ടായ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ സൈന്യം ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. അതിന് വിളിച്ച പേരാണ് ഓപ്പറേഷൻ ഹിമസേതു. അപ്പോൾ ഒന്നും കൂടി, 2026 ഏപ്രിൽ മാസം വടക്കൻ സിക്കിമിലുണ്ടായ മണ്ണിടിച്ചിലിൽ കുറച്ച് വിനോദസഞ്ചാരികളോട് എന്ത് ചെയ്തു? കുടുങ്ങിപ്പോയി. ആ കുടുങ്ങിപ്പോയ ആൾക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ സൈന്യം അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഹിമസേതു. ഓപ്പറേഷൻ ഹിമസേതു എവിടെയാണ് നടത്തിയത്? സിക്കിമിലാണ്. അടുത്ത പോയിന്റ്, ദേശീയ പാതയോരത്തെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന് വേണ്ടി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, ദേശീയ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു പദ്ധതി ആരംഭിക്കുന്ന പേരാണ് ആരോഗ്യവൻ. ഈ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ നടുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് നല്ല രീതിയിൽ നല്ല കാറ്റ്, നല്ല പ്യൂറസ്റ്റ് ഫോം ഓഫ് എയർ അല്ലേ, നല്ല കാറ്റും അതൊക്കെ നമുക്ക് ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ ദേശീയ പാതയോരത്തെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന് വേണ്ടി ദേശീയ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു പദ്ധതി ആരംഭിക്കുന്ന പേരാണ് ആരോഗ്യവൻ. ആരോഗ്യവൻ എന്ന് പറയുന്ന പദ്ധതി ആ വാക്കിൽ നിന്ന് കിട്ടും, ആരോഗ്യകരമായിട്ടൊരു വനം, ആരോഗ്യവൻ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് ഏപ്രിൽ മാസത്തെ ഫസ്റ്റ് പാർട്ടാണ്. അടുത്ത സെഷൻ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു സെഷനിൽ നോക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.